വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കറണ്ട് ഇലക്ട്രിസിറ്റി ധാരാവൈദ്യുതി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് അല്ലേ? കാരണം ഇതിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്നതുകൊണ്ടാണ് ആകെ മൊത്തം ടോട്ടൽ നമുക്കൊരു കൺഫ്യൂഷൻ ആവുന്നത്. സോ നമ്മൾ ചെയ്യേണ്ട കാര്യം ക്വസ്റ്റ്യൻസ് കിട്ടുന്നോടത്ത് ഒപ്പിച്ചിട്ട് എന്ത് ചെയ്യണം, വർക്ക്ഔട്ട് ചെയ്തിട്ട് വേണം ഇതിന്റെ എക്സാമിന് നമ്മൾ പോകാൻ. സെറ്റ് ആണല്ലോ? അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പൊ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എന്താണ് വെറുതെ വീഡിയോ കണ്ടു പോവല്ല. ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കട്ടോ ആൻസർ. സോ സെറ്റ് ആണല്ലോ? ക്വസ്റ്റ്യനിലോട്ട് പോവാം. റീഡ് ദ ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ്. ഒന്നാമത്തെ ജോഡി വായിച്ചിട്ട് രണ്ടാമത്തത് പൂരിപ്പിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ പ്രഷറിന്റെ എന്നോ തന്നിട്ട് എന്താണ് പാസ്കൽ, പ്രഷറിന്റെ യൂണിറ്റ് ആണ് പാസ്കൽ. സോ രണ്ടാമത്തെ ആളാരാണ്? ചാർജിന്റെ യൂണിറ്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് സിമ്പിൾ അല്ലടാ, എന്താണ്? കൂളോം ആണ് അല്ലെ? കൂളോം. ഓക്കെ, സെറ്റ് അല്ലേ? എത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ആ ചോദിക്കുന്നത്. നെക്സ്റ്റ്, ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. കറണ്ടിന്റെ യൂണിറ്റ് എല്ലാവർക്കും അറിയാം, എന്താണ്? ആംപിയർ ആണ്. ക്യാപിറ്റൽ എ ആണ് നമ്മൾ സിമ്പിൾ ആയിട്ട് എഴുതാറ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാസിന്റെ യൂണിറ്റ് SI യൂണിറ്റ് കിലോഗ്രാം ആണെന്ന് നമുക്കറിയാം. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ്, പുതിയ യൂണിറ്റ് നമ്മൾ പഠിക്കുന്നതാണല്ലോ, എന്താണ്? ഓം അല്ലെ? ഇങ്ങനെയാ സിമ്പിൾ, ഒമേഗ എഴുതുന്ന പോലെ അല്ലെ? എങ്ങനെയാടാ സിമ്പിൾ? ഇതുപോലെ ഇതാണ് അല്ലെ സിമ്പിൾ, ഇങ്ങനെ. ഓക്കെ, സെറ്റ് ആണല്ലോ? റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വെരി സൂപ്പർ, വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ എല്ലാവർക്കും. എന്താണ്? ഐഡന്റിഫൈ ദ സിമ്പിൾ ആൻഡ് നെയിം ദ കമ്പോണന്റ്. നമുക്ക് കുറെ സിമ്പിൾസ് തന്നിട്ടുണ്ട് അല്ലെ? ഇലക്ട്രിക്കൽ സിമ്പിൾസ് തന്നിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്, ഏത് ഡിവൈസിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് നമ്മളോട് എഴുതി കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഏത് കമ്പോണന്റിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓക്കെ, സെറ്റ് ആണ്. ഫസ്റ്റ് ഇതാ ഇങ്ങനെ അല്ലെ, ഇതാണ് നമ്മളുടെ റെസിസ്റ്റർ. എന്താണ്? റെസിസ്റ്റർ, പ്രതിരോധകം അല്ലെ? അത് നമുക്കറിയാം. നെക്സ്റ്റ് എന്താണ്? അതാ ഇങ്ങനെ വന്നു കഴിഞ്ഞതാണ് റിയോസ്റ്റാറ്റ്. ഓക്കെ, സെറ്റ് ആണല്ലോ? നെക്സ്റ്റ് വലിയ വര, ഒരു ചെറിയ വര വന്നു കഴിഞ്ഞാൽ ഇതാണ് സെൽ എന്ന് പറയുന്നത്. ഇതിലെ ചെറിയ വര നെഗറ്റീവിനെയും വലിയ വര പോസിറ്റീവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ നമുക്കറിയാം. ലാസ്റ്റ് വൺ ദ ബൾബ് അല്ലെ? താട്ടിട്ട് ദാ ഇങ്ങനെ ഇട്ട് കൊടുത്താലാണ് ബൾബ്. ഈ സിമ്പിൾസ് പഠിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ കേട്ടോ. ഇത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും ഈ 4 മാർക്ക് ഫുൾ, ആകെ മൊത്തം ടോട്ടൽ ഫുൾ മാർക്ക്, 4 മാർക്ക് ഫുൾ ആയിട്ട് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് നമുക്ക് 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ചിത്രം 1ഉം ചിത്രം 2. ഇതിൽ ശരിയായ ചിത്രം ഏത് എന്നാണ് നമ്മോട് പറയാൻ പറഞ്ഞിരിക്കുന്നത്. ശരിയായ ചിത്രം ഏത് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണത് ശരിയായതെന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ? എന്താ അവിടെ ചിത്രത്തിൽ തന്നിട്ടുള്ളത് നോക്കടാ? ഒരു ബൾബ് ഉണ്ട്. ഓക്കെ, വീൻ എഴുതിയിട്ടുണ്ട് അല്ലെ? ഈ വീൻ എഴുതി വട്ടത്തിലിട്ടിട്ടാണ് വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത് അല്ലെ? എന്തിനാ വോൾട്ട് മീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കാനാണ് അല്ലെ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ വലിയ വര, ചെറിയ വര, അത് സെല്ല്. അപ്പൊ ഈ 3 ഉപകരണങ്ങളാണ് തന്നിരിക്കുന്നത്. ഇതിൽ എവിടെയാണ് തെറ്റ്, എവിടെയാണ് ശരി എന്നും കൂടെ നിങ്ങൾ പറയണം. ഇവിടെ നമ്മൾ എത്ര നോക്കിക്കഴിഞ്ഞാലും, നമുക്കൊരു കാര്യം അറിയില്ലെങ്കിൽ എത്ര നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ശരിയാവില്ല. കാരണം എന്താണെന്നറിയോ? വോൾട്ട് മീറ്റർ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, എപ്പോഴും ബൾബിന് പാരലൽ ആവണം. ബൾബിന് നല്ല, എവിടെയാണ് വോൾട്ട് മീറ്റർ കൊടുക്കുന്നത് അത് ആ ഡിവൈസിന് പാരലൽ ആയിരിക്കണം. ഫേസ് ടു ഫേസ് ഇങ്ങനെ നോക്കി നിൽക്കാൻ പറ്റണം. ഓക്കെ, അല്ലാതെ ഇതിനെ നിങ്ങൾ സീരീസിൽ എന്നാ പറയാം, ഒരു മാലയിൽ മുത്തെങ്ങനെ കോർത്തിട്ട് അടുത്തടുത്തടുത്ത് അങ്ങനെ അടുത്താവാൻ പാടില്ല. എങ്ങനെ വേണം? നോക്കി നിൽക്കാൻ പറ്റണം അല്ലെ? അതൊക്കെ ഇങ്ങനെ ഫേസ് ടു ഫേസ് ഭയങ്കര സംശയമാണ്. അപ്പൊ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നോക്കി നിൽക്കണം അല്ലെ? അപ്പൊ ഇങ്ങനെ നോക്കി നിൽക്കണം. പാരലലായിട്ട് വേണം നമ്മൾ കണക്ട് ചെയ്യാൻ. ആ കാര്യം മനസ്സിലാക്കുക. സോ ഹിയർ വി ഹാവ് ഫിഗർ 1 is the right answer. Okay, next question. എല്ലാ എക്സാമിനും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? കംപ്ലീറ്റ് ദ ടേബിൾ. പട്ടിക പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് A and B. A, B എന്നിവ കണ്ടെത്തി എഴുതുക. വോൾട്ടേജ് അല്ലെ? വോൾട്ടേജ്, പൊട്ടൻഷ്യൽ വ്യത്യാസം തന്നിട്ടുണ്ട്, കറണ്ട് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, R എന്ന് തന്നിട്ടുണ്ട് അല്ലെ? അതില് എന്തൊക്കെയോ തന്നിട്ടുണ്ട്. ഇതും തന്നിട്ടുണ്ട്. കറണ്ട് കണ്ടുപിടിക്കണം. ഇതിലാണെങ്കിൽ ഇതും തന്നിട്ടുണ്ട്, ഇത് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? അതിനാണ് നമ്മുടെ കയ്യിലൊരു ഇക്വേഷൻ ഉള്ളത്. ഇക്വേഷൻ എങ്ങനെയാ പഠിക്കല്? നമ്മള് I ഒരു വെജിറ്റേറിയൻ ആണ് എന്ന് പറഞ്ഞിട്ട് അല്ലെ നമ്മൾ പഠിക്കല്. ഇതിൽ നിന്ന് എന്തും കണ്ടുപിടിക്കാം. ഇതില് V സമം എന്താണ്? IR അല്ലെ? അതാണ് ഒരു ഇക്വേഷൻ. ഇനി R ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ R is equal to V/I ആണ്. ഇനി നമ്മളോട് I ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിൽ എന്താണ്? I is equal to എന്താടാ?
V/R. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ കേട്ടോ. പഠിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ. വളരെ സിമ്പിൾ ആണ് ഇത് അറിഞ്ഞു കഴിഞ്ഞാല്. സോ ഒരൊറ്റ ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൽ നിന്നും ചെയ്യാം. ഏതാ ക്വസ്റ്റ്യൻ ഫസ്റ്റ് എടുക്കാം. നമുക്കിവിടെ V എത്ര തന്നിരിക്കുന്നത്? V എത്രയാണ്? 8 എന്ന് തന്നിട്ടുണ്ട്. R എത്രയാണ്? 4 എന്ന് തന്നിട്ടുണ്ട്. I ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. എങ്ങനെയാ I കണ്ടുപിടിക്കുക? ഇക്വേഷൻ നമ്മളിപ്പോ എഴുതിയല്ലോ. I is equal to V/R. I സമം V/R. അങ്ങനെയാണെങ്കിൽ 8/4 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 2 ആംപിയർ എന്ന് കിട്ടും. സോ ഹിയർ വി ഹാവ് 2 ആംപിയർ ഇസ് റൈറ്റ് ആൻസർ അല്ലെ. അങ്ങനെയാണെങ്കിൽ ദാ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ ആൻസർ ആയിട്ട് ചെയ്യണം. കമന്റ് ബോക്സിൽ പറയണം കേട്ടോ എത്രയാണ് ആൻസർ കിട്ടിയത്. ഞാൻ നോക്കും നിങ്ങൾ ചെയ്തു തരുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അതിനനുസരിച്ചിട്ടായിരിക്കും ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യട്ടോ. അതും കൂടെ ഉണ്ട്. നെക്സ്റ്റ്, സ്റ്റേറ്റ് ദ ലോ ഹെൽപ്പ് യു ടു ഫൈൻഡ് ദിസ് ആൻസർ. ഈ ഒരു ഉത്തരം കണ്ടെത്താൻ നിങ്ങളെ സഹായിച്ച നിയമം ഏതാണ്? അത് പ്രസ്താവിക്കുക. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആ നിയമം ഏതാണ്? ആ നിയമമാണ് ഓംസ് ലോ ആണ് അല്ലെ. ഓംസ് ലോ എന്താണ്? ഓംസ് ലോ. ഓം നിയമം. എന്താ ഓം നിയമം? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞ കാര്യമാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം കറണ്ടിന് നേരാനുപാതികമാണ് എന്നുള്ള കാര്യമാണ് അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ബോക്സിൽ പറയാ. അത് മാത്രമല്ല ഇതിന്റെ ആൻസർ നിങ്ങൾ താഴെ കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു സോ മച്ച്.